അപ്പോൾ ഗായ്സ് വേണ്ടേ എൻ്റെ വീടിൻ്റെ പുറകുവശമാണിത്. സത്യം പറഞ്ഞാൽ ഒരു മൊട്ടക്കുന്നായിരുന്നു. ഇവിടെ ഒരു പുൽച്ചെടി പോലും ഇല്ലായിരുന്നു. എല്ലാം വെയിലത്തെല്ലാം കരിഞ്ഞുണങ്ങി നിൽക്കുന്ന സ്ഥലമുണ്ട്. ഇവിടെ എല്ലാം ഞാൻ നല്ല വൃത്തിയാക്കിയിട്ട് ക്ലീൻ ചെയ്തതാണ്. ഇവിടെ 2-3 ചുവട് പച്ചമുളകും ഒരു വഴുതനയൊക്കെ ഉള്ളൂ. അപ്പം എന്നാൽ ഇത്രയും ഭാഗം നല്ല ക്ലീൻ ആക്കിയിട്ടിരുന്ന ഇപ്പം നോക്ക്, മഴ വന്ന് ഒരു 2 ആൾ പൊക്കത്തിലാണ് പുല്ല്. പശുവിനെ വളർത്തുന്നവർക്കും പോത്തിനെ വളർത്തുന്നവർക്കും മാടിനെയൊക്കെ വളർത്തുന്നവർക്കും ഒക്കെ നല്ല ഇതാണ്ട് അങ്ങോട്ടൊക്കെ പുല്ലാണ്. ഇതൊന്നും എനിക്ക് വൃത്തിയാക്കാൻ പറ്റത്തില്ല. ഇത് വേറൊരു പറമ്പാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ഇതുവഴി ഇങ്ങനെ കയറി ഞാൻ വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇവിടെ ഈ മുട്ടപ്പഴം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഞാൻ ഇതിൽ കയറി വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു അമ്മൂമ്മ ഇടയ്ക്ക് പുല്ല് പറിക്കാനായിട്ട് ഒരു അമ്മൂമ്മ ഇടയ്ക്ക് വരും. അപ്പോൾ ആ അമ്മൂമ്മ എന്നെ ചെയ്യുന്നറിയോ, ഈ കാടൊക്കെ ഇങ്ങനെ മാറ്റി കളഞ്ഞിട്ടാണ് ഇതിലെ വഴി ഉണ്ടാക്കി ഈ ഞങ്ങളുടെ വീടിൻ്റെ ഇതിലെ ഇറങ്ങി ഇങ്ങനെ പോണത്. അപ്പം ഞാനിങ്ങനെ നിന്ന സമയത്ത് ദാണ്ട് അവിടെ എന്തോ ഒരു സംഭവം കിടക്കുന്നു. ആ വീടിൻ്റെ ഒരു പൊളിഞ്ഞ വീടാണിത്. നമ്മുടെ പറമ്പിനോട് ചേർന്നൊരു പൊളിഞ്ഞ് കിടക്കുന്ന വീടാണ്. അപ്പോൾ അതൊന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഞാനൊരു കമ്പൊക്കെ ആയിട്ട് ഈ കമ്പൊക്കെ ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നേരം കയറി വരണം. അപ്പം ഞാൻ ഈ വാതിലൊന്ന് അടച്ചിട്ട് വരട്ടെ. പക്ഷേ ഇതിലേ കയറി ഇവിടെ വനമാണ്. ആ അമ്മയ്ക്ക് അപ്പുറത്തൂടെ എങ്ങാണ്ടാണ് പോകുന്നത്. അപ്പം അതിലേ എന്നാൽ ഒന്ന് കയറി നോക്കാമെന്ന് ഓർത്തു. ഇവിടെ എല്ലാം വനമാണ്. ഇവിടെ ഈ സത്യം പറഞ്ഞാൽ കാടാണിതിൽ, പോകാൻ പോലും പേടിയാണ്. അമ്മച്ചി ഇതിലേ ഉണ്ടല്ലോ, ആട് കഴിക്കുന്ന ഇലയുണ്ടല്ലോ, അത് ഒടിക്കാനായിട്ട് ഇതുവഴി വരും. അപ്പോൾ ഇതിലെ ഇങ്ങനെ തല്ലി തെളിച്ചിട്ടൊക്കെയാണ് ആ അമ്മച്ചി കയറിപ്പോണത്. പിന്നെ അതുപോലെ തന്നെ തേച്ചിടാനും ഒക്കെ കയറിപ്പോവും. ഇല്ല, എങ്ങനെ കയറിപ്പോകുമെന്നറിയാൻ മേല. വനമാണെന്നത് ഞാൻ തല്ലി ഇങ്ങനെ പോവാണ്. പാമ്പോ ചേമ്പോ വല്ലതും ഉണ്ടാവോ ഇതിലൊന്ന് കയറാൻ ഓർത്തു. ആരുമില്ല, ഒറ്റയ്ക്കാണ് കേട്ടോ. വേണ്ട, ആ അമ്മച്ചി പോയ വഴിയാണ് ഇത്. കണ്ടതെല്ലാം തെളിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ അമ്മച്ചി ഇതിലേ എങ്ങാണ്ടാണ് കയറി വന്ന് ഇന്നലെ കണ്ട് ഇതിലേ കയറി പോകുന്നു. വേണ്ടേ, ഇതിന് പേടിയില്ലല്ലോ. ഞാനായിരുന്നു സത്യം പറയാം, എൻ്റെ ഈ ഫോൺ ഇരിക്കുന്നതുകൊണ്ടേ എന്താണായാലും ഒന്ന് കയറി നോക്കാം. പാമ്പുമെല്ലാം ഉണ്ടെങ്കിൽ ഇവിടെ താഴോട്ടുള്ള പ്രശ്നമില്ല, മുകളിലോട്ട് തെളിഞ്ഞു കിടക്കുകയാണ് സംഭവം. ഇതൊന്ന് കാണാം. കമ്പൊക്കെ ഇട്ടാണോ അത് തെളിച്ചിട്ടാണ് പോയേക്കണതേ. അയ്യോ, കയറി കേട്ടോ. ഞാനിങ്ങനെ കയറി ആടെ ഇവിടെ നല്ല സുഖമായിട്ട് തെളിഞ്ഞ് കിടക്കുക. മുട്ടപ്പഴം എന്ന് പറയുന്ന സംഭവമൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ഇതിലെങ്ങനെ കയറുക, ഇത് എങ്ങനെ കയറുമെന്നാണ് ആലോചിക്കുന്നത്. പാമ്പ് വല്ലതും ഉണ്ടോ അതിൽ എങ്ങനെ കയറുന്നു നോക്കട്ടെ. ഇതെങ്ങനെ പറിക്കുമെന്നറിയാൻ പോലെ. കാടാ, ചുമ്മാതല്ല, കാടായിട്ടാണ് ഇതിലെ ആണ്ട് നോക്കേ. ഇവിടെ നമുക്ക് വീടുകൾ കണ്ട ഇവിടെ നല്ലൊരു ഗ്രൗണ്ടാണ്. എൻ്റെ കാറ് കിടക്കുന്നിടത്ത് നല്ലൊരു ഗ്രൗണ്ടാണ്. ഒരു ഗ്രൗണ്ട് അതാണ്ട് റോഡ്, നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടെയുള്ള റോഡാണ്. ഇതേ എങ്ങനെ ഇത് നോക്കുന്നുള്ളൂ, ഇതിൽ എങ്ങനെ കയറുമെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താ സംഭവം എന്നറിയത്തില്ല. പീച്ചിങ്ങയാണ് സംഭവം. അയ്യോ, പീച്ചിങ്ങയാണ് കേട്ടോ. അത് വലുതായി, ഇച്ചിരി വലിപ്പമുള്ളതാണത്. നമുക്ക് വലിപ്പമുള്ളതാണ്. അപ്പം എങ്ങനെ കയറാൻ നിവൃത്തിയില്ല, കാടാണ്. അതിന് പെരയ്ക്കകം മുഴുവൻ കാടാണ്, കയറാൻ പറ്റില്ല. കയറാൻ പറ്റിയായിരുന്നു ആ അമ്മച്ചി കയറി പോയി. അയ്യോ, ഞാനോർത്തു എന്താ സംഭവം, കൈ എത്തുമെങ്കിൽ പറിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇതിൽ കയറിപ്പോൾ ഒരു മാർഗ്ഗവും ഇല്ല. കണ്ടോ, വനം കണ്ടോ, പൊളിഞ്ഞ വീടാണ്. എന്താണ് സംഭവം ഇതായിട്ടില്ല സത്യം പറഞ്ഞാൽ. അത് എന്താണ് സംഭവം, ഈ തൂങ്ങിക്കിടക്കുന്ന സാധനം ഇതെന്താണത്? ദൂരെ നോക്കിയപ്പോൾ എനിക്ക് കണ്ടതാണ്. എനിക്കൊന്ന് പീച്ചിങ്ങാണെന്ന് തോന്നുന്നില്ലേ, പീച്ചിങ്ങാണെന്ന് തോന്നുന്നു. പക്ഷേ ഇച്ചിരി വിളഞ്ഞു പോയി, അത് പറിക്കാനും പറ്റില്ല. ഒരുപക്ഷെ ചെറുത് കാണുമായിരിക്കും. ഇവിടെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. അവിടെ അപ്പുറത്ത് തൂങ്ങി കിടപ്പുണ്ട്, ഒരു തരത്തിൽ പറിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്നാ ചെയ്യും? വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ കയറണം. അവിടെയും വനമാണ്, അവിടെയും കാടാണ്. പിന്നെ എങ്ങനെ കയറാൻ പറ്റും? പറിക്കാൻ പറ്റില്ല, വിളഞ്ഞു പോയി. ഒരു നിവൃത്തിയുമില്ല. ഇതെനിക്കൊന്നും ആരും കണ്ടില്ലേ, ഇതുവഴി പോയവരൊന്നും കണ്ടില്ലേ അത്?
എന്താണിത് ആരും പറിക്കാൻ അറിയില്ലല്ലോ. അയ്യോ, അങ്ങോട്ടുണ്ട് ഇത് പടർന്നിട്ട് കിടക്കുക. ഒരു 1 2 3 4 5 6 കായ എനിക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാം. 6 അല്ല 7 8 കായ ഇവിടുന്ന് നോക്കിയാൽ കാണാം. ചെറുതുമുണ്ട് അതിനകത്ത്, പക്ഷെ പറിക്കാൻ പറ്റില്ല. ആൾത്താമസം ഇല്ലാത്തൊരു വീടാണിത്. പൊളിച്ചിട്ട് നോക്കി എൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ടോ? ഇതാണ്, കാണാമോ? അയ്യോ, കാണാമോ? വേണ്ടേ, വേണ്ട. ഇതാണ് സംഭവം. ഇത് വിളഞ്ഞ് നിൽക്കുകയാണ്. വിളഞ്ഞ് അത് കൊള്ളില്ല, കറി വയ്ക്കാനൊന്നും കൊള്ളില്ല. മേൽക്കൂരയെല്ലാം എടുത്ത് പൊളിഞ്ഞൊരു വീടാണിത്. അതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ പടർന്നില്ല. അതിൽ ഞാൻ ഇറങ്ങി ഒരു 5 6 കിട്ടിയേ. ഇത് ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങോട്ടൊരേറിയും അങ്ങനെ പോയി കിടക്കും. അവിടെ നമ്മുടെ മുറ്റത്ത് പോയി കിടക്കും. ഇപ്പോൾ ഇങ്ങനെ അങ്ങോട്ടേറി കൊടുക്കും. നമ്മുടെ മുറ്റത്ത് പോയി കിടക്കും. ഇതെന്തിനറിയാം, ഉണങ്ങിയിട്ട് ദേഹം തേക്കാലോ. ദേഹത്തേക്ക് നല്ല സോഫ്റ്റാണ്. ഇത് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പീച്ചിങ്ങ അത് നമുക്ക് ചെറുതിലെ കറി വയ്ക്കാൻ പറ്റും. തീയൽ വയ്ക്കാം, തോരൻ വയ്ക്കാം. മീൻ, അതായത് ഉണക്കമീനൊക്കെ ഇട്ട് കറി വയ്ക്കാനൊക്കെ സൂപ്പറാണ്. നേരത്തെ ഇവിടെ ഇത്രയും വനമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഇത്രയും വനമായി. നമുക്ക് പുല്ലാണിത്, മുഴുവനും പുല്ലാണ്. ഞാൻ ഇനി ഇറങ്ങി വന്ന വഴി കണ്ടുപിടിക്കണം. കയറി വന്ന വഴി അവിടെ കണ്ടു. സൂപ്പർ വീടുകളാണ് അവിടെ. 1 2 വലിയ വീടുണ്ട്. ഇതൊരു മലയാണ് കേട്ടോ. മലയുടെ മുകളിലാണ് ശരിക്കും. മലയുടെ അടിവാരത്ത് കുറേ വീടുകളുണ്ട്. മല എന്ന് പറയുമ്പോൾ സാമാന്യം ചെറിയൊരു മല. അയ്യോ, അതിവിടെ ഇനിയും കിടപ്പുണ്ട്. ഇത് കുരുന്നാട്ടോ. ഇത് കുഞ്ഞാണ്. ഇത് വിളഞ്ഞു പോയി. ഓ, കയറിപ്പോയ വഴി ഇതാണ്ട്. വലിയ പാടുപെട്ട് കമ്പൊക്കെ ഇട്ടെല്ലാം തെളിച്ചിട്ടാണ് കയറിപ്പോയത്. ഇത് അപ്പുറത്തോട്ട് തെളിഞ്ഞ് കിടക്കോട്ടെ. ആ അമ്മച്ചി വഴി തെളിച്ചിട്ടിരിക്കും. ഇവിടുന്ന് അങ്ങോട്ടുള്ള വഴിക്കാണ് പാട്. ഇത് നമ്മുടെ വീടിൻ്റെ അങ്ങോട്ടുള്ള വഴിയാണ്. നമ്മുടെ വീടിൻ്റെ അങ്ങോട്ടുള്ള വഴിയാണ്. ഈ വഴിയാണ് ഞാനിതിൽ തല്ലി കമ്പ് കൊണ്ടൊക്കെ അടിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കയറിപ്പോയത്. ഇനിയിപ്പം ആ അമ്മച്ചി ഇതുവഴിയാണ് പോയ വഴി. അങ്ങോട്ട് തെളിഞ്ഞ് കിടക്കും. നല്ല ക്ലിയറായിട്ട് വഴി ആ അമ്മച്ചി തെളിച്ചിട്ടിരിക്കുക കേട്ടോ. ഇവിടുത്തെ ഇച്ചിരി കഷ്ടപ്പാടേ ഉള്ളൂ. ഇനി വന്ന വഴിയെ ഞാൻ പോകണം. ഇനി വന്ന വഴിയെ പോവാണേ. ഇനി വന്ന വഴിയെ കയറി പോവാണേ. ഇറങ്ങിപ്പോട്ടോ. ഞാൻ കയറി വന്ന വഴി ഇറങ്ങിപ്പോവാണ്. ഇതുവഴി ഇറങ്ങുന്നത് വെച്ചാൽ കാടാണ് കേട്ടോ. അപ്പോൾ ഇതുവഴി തന്നെ അങ്ങ് ഇറങ്ങാം. ആ അമ്മച്ചി കുറച്ചിടം എന്തായാലും തെളിച്ചിട്ടുണ്ട്. കഫേന്നേ ആൾക്കാർ വേസ്റ്റ് കൊണ്ട് കളയാൻ വേണ്ടി ഇവിടെ വലിയൊരു കുഴിയുണ്ട് കേട്ടോ. അവിടോട്ടാണ് വരുന്നത്. അവിടെ വന്നിട്ട് ആ കുഴിക്കകത്ത് ഇപ്പം ഞങ്ങളും വേസ്റ്റ് ഇടുന്നത് അവിടെയാണ്. വീടിൻ്റെ പരിസരത്ത് ഇടാറില്ല. ഇതിപ്പോൾ ഇത്രയും പുല്ലായതുകൊണ്ട് ഇവരെങ്ങനെ ഇവിടെ വഴി ഉണ്ടായിരുന്നു കേട്ടോ. 4 വർഷവും ഇതുവഴി വഴിയായിരുന്നു. ഈ പുല്ല് കയറി വളർന്നപ്പോൾ, സത്യം പറഞ്ഞാൽ ഈ പുല്ല് കയറി വളർന്നപ്പോഴാണ് ഇത്രയും വഴി പോയത്. എന്നെ എല്ലാവരും ഇപ്പം ഞാൻ ഇങ്ങോട്ട് തന്നെ കയറി എന്ന് പറഞ്ഞാൽ ചീത്ത പറയും. കാരണം വെച്ചാൽ കാടാണ്. പിള്ളേർ വഴക്കുറേ. കാടെന്ന് പറഞ്ഞാൽ പുല്ലാട്ടോ. ഇത് പോത്തിനൊക്കെ കൊണ്ട് കൊടുത്താൽ പോത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് തിന്നുന്ന പുല്ലാണ്. അതാണ് നമ്മുടെ വീട്. അതാണ് വീട്. അപ്പോൾ ഇതാണ് വേണ്ട. ആ അമ്മച്ചി പോയ വഴി കണ്ട. അമ്മച്ചി പോയ വഴി നല്ല അടിപൊളിയായിട്ട് കണ്ടോ. അടിപൊളിയായിട്ട് അമ്മച്ചി പോയ വഴി ക്ലീനാക്കി ഇട്ടിരിക്കുക. എന്നാ നോക്ക്, വെട്ടി തെളിച്ച് ചവിട്ടി അതുവഴിയാണ് അമ്മച്ചി ആ ഇറമ്പിൽ കൂടെ കയറി വന്ന് അതിലേ കയറി വരും. ഇതിലേ അങ്ങോട്ട് ഇറങ്ങും. അതാണ് ചെയ്യണേ. ഞാൻ വന്ന വഴിയാണ്ട്. അപ്പോൾ ഇതാണ്ട് ഞാൻ എൻ്റെ മുകളിൽ ഇപ്പോഴും ഇതാണ്ട് കാണാൻ 2 എണ്ണം നിൽക്കുന്നു. പക്ഷേ ഒരു തരത്തിലത് പറിച്ചെടുക്കാൻ പറ്റത്തില്ല. അതാണ് ഇതുവഴി ഇറങ്ങി വന്നു. ആ അമ്മച്ചി വന്ന വഴിയാണ്. അത് കയറിപ്പോയ വഴി. വിറകൊക്കെ കൊണ്ട് ഇതിൽ ചുമന്ന് കയറി പോകുന്നുണ്ട്. ഇതുവഴി ഇങ്ങനെ കയറി ഇങ്ങനെ വന്നു. ഇങ്ങനെ കയറിപ്പോയി. പാവം കണ്ടിട്ട് പാവം തോന്നി കേട്ടോ. ഇതിലെങ്ങനെ വേണേൽ നമുക്ക് പോവാം. പക്ഷെ എന്ത് ധൈര്യത്തിലാണ് പാവം കാട്ടിനകത്തൂടെ. ഇപ്പം ഇത് ഇച്ചിരെങ്കിലും തെളിഞ്ഞിട്ടുണ്ട്. ആ വല്യമ്മ കാട്ടിനകത്തൂടെ എങ്ങനെ വന്നു. ഇങ്ങനെ പോവാണ്. ഇങ്ങനെ പോവാണ്. അങ്ങനെ പോവാം. ഇനി ഫുഡ് വേസ്റ്റ് കൊണ്ട് കളയാനാകുമ്പോൾ അവരിതിലെയാണ് പിള്ളേർ വരുന്നത്. അപ്പം ഞാൻ വന്ന വഴിയെ പോകാട്ടോ. അയ്യോ ഇന്നലെ ഞാനും മോനും കൂടി ഇതിലൊന്ന് ഇറങ്ങി വന്നത്. വേസ്റ്റ് കൊണ്ട് കളയാൻ ഇറങ്ങിയാണ്. വലിയൊരു കുഴിയുണ്ട്. കുഴിയിൽ കൊണ്ട് കളയാനായിട്ട് ഇറങ്ങി വന്ന. ഓ നാട് നോക്ക്, വന്ന വഴി നോക്കപ്പാ. നാണ്ട് നോക്ക്. അയ്യോ എൻ്റെ അമ്മ, എനിക്ക് പോലും അത്ഭുതം ഞാൻ ഇതിൽ കയറിപ്പോയോന്ന്. ഇതിലെയാണോ ഞാൻ പോയതെന്ന് എനിക്ക് പോലും അത്ഭുതം. ഇതാണ് എന്താ ഇത്. ഇപ്പോൾ ഇങ്ങനെ തെളിച്ചിട്ട് ഇങ്ങനെ കിടക്കും.
എല്ലാവരും ചോദിക്കും ഞാൻ ഈ കാട്ടിലാണ് താമസിക്കുന്നത്. കാട്ടിലല്ല കേട്ടോ, കാട്ടിലെല്ലാവരും വീടിൻ്റെ പരിസരത്തുള്ള കാടാണിത്. നമ്മൾ വൃത്തിയാവില്ല. ഇതാണ് കാടല്ല. ഇതൊക്കെ കമ്പിട്ട് അടിച്ച് വെച്ച് വഴിയാക്കി എറിഞ്ഞിട്ട് പീച്ചിങ്ങ പറക്കണ്ടേ. പീച്ചിങ്ങ പറക്കേക്കാം. പീച്ചിങ്ങ എല്ലാം പറിച്ച് ഇതിനകത്ത് ഇത് മാത്രമുള്ളൊരു കുഞ്ഞിത്. അതും എന്താണ് ഇതൊക്കെ എനിക്കൊന്ന് ഒക്കെ മൂത്ത് പോയി സംഭവം കേട്ടോ. ഇത് ഇനി ഉണങ്ങട്ടെ. ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഇതിൻ്റെ തൊലി പൊളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി വിളവ് കുറവാട്ടോ, എങ്കിലും സാരമില്ല. ഇത് ഇച്ചിരി വിളഞ്ഞതാണ്. നമുക്ക് ദേഹം തേക്കാം. സോപ്പ് തേച്ച് കുളിക്കുമ്പോഴേ ദേഹം തേച്ച് കുളിക്കുന്നതാണ് പീച്ചിങ്. പക്ഷേ ഇത് ചെറുതിലേ ആയിരുന്നെങ്കിൽ ഇത് കുരുകുരി അരിഞ്ഞ് നമുക്ക് ഉള്ളിയൊക്കെ ഇട്ട് അരിഞ്ഞ് നല്ല തോരൻ വെക്കായിരുന്നു കേട്ടോ. കുക്കുംബർ പോലെ തോരൻ വെക്കായിരുന്നു, തീയിൽ വെക്കായിരുന്നു, മീൻകറി വെക്കായിരുന്നു. അങ്ങനെ പലതും ചെയ്യണം. അവിയലിനകത്ത് വരെ ഇടാം. അപ്പോൾ കൂട്ടുകാരെ, ചാനൽ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം. ബായ്.